എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ധാരാളം വ്രതങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ധാരാളം വ്രതങ്ങൾ, ഏകാദശി വ്രതം, പ്രദോഷ വ്രതം, ഇങ്ങനെയുള്ള വളരെ പ്രശസ്തമായിരിക്കുന്ന ധാരാളം വ്രതങ്ങളുണ്ട്. ശിവരാത്രി ദിവസം നമ്മൾ വ്രതമായി ആചരിക്കുന്നു. നവരാത്രിയുടെ 9 ദിവസങ്ങൾ ദേവി ആരാധനയ്ക്ക് വേണ്ടി വ്രതമായി ആചരിക്കുന്നു. ഇതുകൂടാതെ ഗണപതിക്ക് വേണ്ടി ചതുർത്ഥി ദിവസങ്ങളിൽ വ്രതമായി ആചരിക്കുന്നു. ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ വ്യത്യസ്തമായ ധാരാളം വ്രതങ്ങൾ ആചരിക്കാറുണ്ട്. ആഴ്ച വ്രതങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ വ്രതമായി തിങ്കളാഴ്ച വ്രതം നമ്മൾ പറയാറുണ്ട്. തിങ്കളാഴ്ച വ്രതം എന്നുള്ളതിന് സോമവാര വ്രതം എന്നും ഒരു പേരുണ്ട്. സോമവാരം എന്നുള്ളതുകൊണ്ട് തിങ്കളാഴ്ച എന്നാണ് അർത്ഥം. അപ്പോൾ ആ പുണ്യ ദിവസം നാം ചെയ്യുന്ന വ്രതവും പ്രാർത്ഥനയും എല്ലാം ശിവനെയും പാർവതിയും അനുഗ്രഹം നമുക്ക് നൽകുന്നതിന് സഹായകരമാണ്. പഴയ കാലത്തൊക്കെ വിവാഹം നടക്കാത്ത ഒരു പെൺകുട്ടികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ വിവാഹപ്രായമാകുന്ന ആ ഒരു സന്ദർഭത്തിൽ മുത്തശ്ശിമാർ അല്ലെങ്കിൽ അമ്മമാരൊക്കെ വീട്ടിലെ പെൺകുട്ടികൾക്ക് തിങ്കളാഴ്ച വ്രതം എടുക്കണമെന്ന് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കാറുണ്ട്. കാരണം കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി നല്ല ഒരു വിവാഹ ജീവിതം ഉണ്ടാകണം. ആ നല്ലൊരു കുടുംബജീവിതം, നല്ലൊരു വിവാഹ ജീവിതം, അനുയോജ്യമായ നല്ലൊരു ബന്ധം കിട്ടിയാൽ അതുകൊണ്ട് തന്നെ പകുതി പ്രശ്നങ്ങളും മാറിയെന്നും ജീവിതം പകുതി ഭാഗത്തോളം സന്തോഷകരമായി പോകാൻ സാധിക്കുമെന്നുള്ള കാഴ്ചപ്പാട് കൊണ്ടായിരിക്കാം ഈ തിങ്കളാഴ്ച വ്രതത്തിന് ഇത്രമാത്രം പ്രാധാന്യം നമ്മുടെ ആചാര്യന്മാർ കൽപ്പിച്ചത്. നമ്മുടെ ഒരു സംസ്കാരവുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ മുമ്പ് തൊട്ട് തന്നെ ഈ അമ്മമാരും മുത്തശ്ശിമാരും ഒക്കെ കുട്ടികളെ കൊണ്ട് ഇപ്രകാരം വ്രതങ്ങൾ എടുപ്പിക്കാറുണ്ട്. അപ്പം നല്ല വിവാഹ ജീവിതം നടക്കണം, അനുയോജ്യമായ നല്ല ബന്ധം എത്തിച്ചേരണം, മനസ്സ് നല്ല രീതിക്ക് അനുയോജ്യമായ രീതിക്ക് നിൽക്കണം, തെറ്റായ രീതിക്കൊന്നും ചിന്തകളോ കാര്യങ്ങളോ പോകാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട്. അതായത് ഈശ്വരോന്മുഖമായിരിക്കുന്ന ചിന്തകളുണ്ടാകുമ്പോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ഭയമുണ്ടാകും, ഒരു കരുതലുണ്ടാകും എന്നുള്ളത് കൊണ്ടായിരിക്കാം. സാക്ഷാൽ മഹാദേവനെ നമ്മൾ ഒരു ചിന്തിക്കുന്നത് ലോകത്തിൻ്റെ മുഴുവൻ മാതാപിതാക്കളായാണ് ഈ പാർവതി മഹേശ്വരന്മാരെ നമ്മൾ സങ്കല്പിക്കാറുള്ളത്. ഇപ്പോൾ സാക്ഷാൽ പാർവതി ദേവിയെയും പതിയായിരിക്കുന്ന സാക്ഷാൽ മഹാദേവനെയും നമ്മുടെ ലോകത്തിൻ്റെ മുഴുവൻ മാതാപിതാക്കളായി നാം പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ അടുത്ത് ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയും വളരെ വേഗം നമുക്ക് ഐശ്വര്യം തരുന്നു എന്നാണ് കാഴ്ചപ്പാട്. പാർവതി ദേവിയെ ആചരിക്കുന്നത് വിവാഹ സിദ്ധിക്ക് വേണ്ടി പണ്ട് തൊട്ടേ നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയാം, ശ്രീകൃഷ്ണ ഭഗവാൻ രുക്മിണീ ദേവിയെ വിവാഹം കഴിക്കുന്നതായിട്ടുള്ള ആ സന്ദർഭത്തിൽ കാർത്യായനി മഹാമായേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി രുക്മിണീ ദേവി പാർവതി ദേവിയെ പ്രാർത്ഥിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. നന്ദഗോപസുതൻ ദേവി പതിമ്മേ എന്നുള്ള രീതിക്ക് നന്ദഗോപസുതനെ എനിക്ക് പതിയായി തന്നാലും എന്ന് ആ കാർത്യായനിയോട്, സാക്ഷാൽ പാർവതി ദേവിയോട് രുക്മിണീ ദേവി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന കേട്ടിട്ടായിരിക്കാം സാക്ഷാൽ ഭഗവാൻ ഈ പാർവതി ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് പോകുന്ന രുക്മിണീ ദേവിയെ വന്ന് സ്വീകരിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാട്. ഇതുപോലെ പുരാണത്തിൽ പല സന്ദർഭങ്ങൾ നോക്കിയാലും പല സാഹചര്യത്തിലും പല ആൾക്കാരും ഇതുപോലെ ആരാധന നടത്തിയിരുന്നതായി കാണുവാൻ സാധിക്കും. സാക്ഷാൽ ശ്രീരാമദേവനാണെങ്കിലും സാക്ഷാൽ മഹാദേവനെ പ്രാർത്ഥിക്കുന്നു. രാമേശ്വരത്ത് പ്രതിഷ്ഠ നടത്തിയതൊക്കെ ഭഗവാൻ തന്നെയാണ്. ശ്രീരാമചന്ദ്ര സ്വാമിയാണ് രാമേശ്വരത്ത് പ്രതിഷ്ഠ നടത്തിയത്. ശ്രീകൃഷ്ണ ഭഗവാനെ പറയുന്നതും ശിവൻ്റെ ഭക്തനായാണ് പറയുന്നത്. ശിവൻ്റെ ഭക്തനായി വേദസാര ശിവ സഹസ്രനാമം എന്ന് പറയുന്ന ആ ഒരു സഹസ്രനാമത്തിൻ്റെ ഭാഗത്ത് പറയുന്നുണ്ട്. മഹർഷിമാർ ചോദിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാനോട്, അങ്ങ് ആരെയാണ് പ്രാർത്ഥിക്കുന്നത്, അങ്ങ് തന്നെ സാക്ഷാൽ ദൈവമല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ഞാൻ സാക്ഷാൽ മഹാദേവനെയാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ട ധാർമ്മിക ബുദ്ധിയും ശക്തിയും എല്ലാം തരുന്നത് ആ മഹാദേവനാണ് എന്ന് പറയുന്നതായി ഒരു സന്ദർഭമുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഇഷ്ടമൂർത്തിയായിരിക്കുന്ന സാക്ഷാൽ ആദി ഗണപതി അല്ലെങ്കിൽ സാക്ഷാൽ മഹാഗണപതിയും അതുപോലെ താരകാസുരനെ നിഗ്രഹിക്കുന്ന സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയും എല്ലാം ആ ഒരു ശിവകുടുംബത്തിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ലോകത്തിന് മുഴുവൻ തന്നെ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് ലോകത്തെ മുഴുവൻ തന്നെ എല്ലാവിധത്തിലുള്ള അധർമ്മത്തിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് ധർമ്മ സംരക്ഷണം ചെയ്യുന്ന സാക്ഷാൽ മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം നമ്മുടെ കുടുംബത്തെ എല്ലാവിധത്തിലും ഭദ്രമാക്കുവാൻ സഹായകരമാണ് എന്നർത്ഥം. ആ ഒരു കാഴ്ചപ്പാടിലാണ് ശിവരാത്രി ദിവസം വ്രതമെടുക്കുന്നതും ധനുമാസത്തിലെ തിരുവാതിര ദിവസം വ്രതം ആചരിക്കുന്നതും എല്ലാം. കാരണം പാർവതി ദേവിയെ അതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവാതിര സന്ദർഭത്തിലൊക്കെ മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും കഥകളെ തിരുവാതിര പാട്ടുകളാക്കി പാടിക്കൊണ്ട് യഥാശക്തി സാധിക്കുന്നത് പോലെ നിവേദ്യമൊക്കെ ഉണ്ടാക്കി ശിവനും പാർവതിക്കൊക്കെ നിവേദിക്കുക എന്നൊരാചാരം പണ്ട് തൊട്ടേ നമ്മുടെ കേരളത്തിൽ ഉണ്ട്. അപ്പോൾ ഒരു പരിധിവരെയും വിവാഹം നടന്നിട്ടില്ലാത്ത പെൺകുട്ടികളെ കൊണ്ട് അവർക്ക് അമ്മമാർ
അല്ലെങ്കിൽ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു കൊടുത്ത് ശിവനും പാർവതിക്കും വേണ്ടി പഴമോ നിവേദ്യമോ എന്തെങ്കിലുമൊക്കെ സമർപ്പിക്കും. വിവാഹം കഴിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിലും അവർക്ക് ദാമ്പത്യം ഭദ്രമായി പോകാൻ വേണ്ടി ദീർഘമാംഗല്യത്തിന് വേണ്ടി ശിവനെയും പാർവതിയും എല്ലാം പ്രാർത്ഥിപ്പിക്കും. അപ്പോൾ ശിവൻ്റെയും പാർവതിയുടെയും ആ ഒരു അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കതുപോലെ ദീർഘമാംഗല്യത്തിനും ഐശ്വര്യത്തിനും എല്ലാം പ്രയോജനപ്പെടും എന്നാണ് അർത്ഥം. തിങ്കളാഴ്ച ദിവസത്തെ വ്രതം, തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ സോമവാര വ്രതം എന്ന് പറയുന്നു. സോമൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചന്ദ്രനാണ്. മനസ്സിൻ്റെ കാരകഗ്രഹം കൂടിയാണ് ചന്ദ്രൻ. മനസ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമാണ്. മനസ്സിന് സമാധാനം ഉണ്ടാവുക, മനസ്സ് സ്വസ്ഥമായിരിക്കുക, മനസ്സിൽ എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളാനും വേണ്ടത് വേണ്ട രീതിയിൽ ചിന്തിച്ച് പറഞ്ഞ് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനും സാധിക്കുക എന്നൊക്കെയുള്ളത് ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ്. അപ്പോൾ അതിനെല്ലാം മനസ്സിൻ്റെ കാരകഗ്രഹമായിരിക്കുന്ന ആ സോമൻ്റെ ദിവസം, സോമൻ്റെ ദിവസം, ആ സോമവാര ദിവസത്തിൽ ചെയ്യുന്ന ഈശ്വരീയമായ പ്രാർത്ഥനകൾ വളരെ വേഗത്തിൽ മനസ്സിന് സമാധാനത്തെ തരും, മനസ്സിനെ നല്ല രീതിയിൽ കൊണ്ടുപോകും, തെറ്റായ ചിന്തകളെ കൊണ്ടുപോകാതെ മനസ്സിനെ കൃത്യമായി കൊണ്ടുപോകും. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഗുണങ്ങൾ ഈ തിങ്കളാഴ്ച വ്രതത്തിനുണ്ട്. ഇതെല്ലാം കണ്ടറിഞ്ഞിട്ടായിരിക്കാം ഇത്രയൊന്നും വിശദമായി പറയാതെ ആചാര്യന്മാർ തിങ്കളാഴ്ച വ്രതം എല്ലാവരും എടുക്കുക, അമ്മമാരും മുത്തശ്ശിമാരും എല്ലാം നമ്മളെ പെൺകുട്ടികളെ കൊണ്ടെല്ലാം തിങ്കളാഴ്ച വ്രതം എടുക്കുക നമ്മൾ എടുപ്പിച്ചുകൊണ്ടിരുന്നത് കുടുംബത്തിൻ്റെ എക്കാലത്തേക്കുള്ളൊരു ഭദ്രതയ്ക്ക് വേണ്ടിയാണ്. കാരണം ഒരു നല്ല കുടുംബ ബന്ധം, നല്ല വിവാഹ ജീവിതം ലഭിക്കുകയും അത് സന്തോഷകരമായി പോകാൻ സാധിക്കുകയും ചെയ്താൽ പിന്നീട് വരുന്ന തലമുറയ്ക്കും അതിൻ്റേതായൊരു കെട്ടുറപ്പും സുരക്ഷിതത്വം ഉണ്ടാകുന്നു. മറിച്ച് അതേ സ്ഥാനത്ത് നല്ല വിവാഹം കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നേരെ അവതാളത്തിലാവുന്ന അവസ്ഥയും ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ശിവ ആരാധന അല്ലെ പാർവതി ദേവിയെ സംബന്ധിക്കുന്ന ആരാധന തിങ്കളാഴ്ച ദിവസങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കണം. വ്രതമെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വിശിഷ്ടമായ കാര്യമാണ്. അപ്പം നമുക്ക് സാധിക്കുന്നത് പോലെ എല്ലാ വിധത്തിലുള്ള ആഡംബരപരമായിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കുക, ലഘുഭക്ഷണം മാത്രമാക്കുക, ശുദ്ധമായ ഭക്ഷണം മാത്രം കഴിക്കുക, തലേദിവസം പാകം ചെയ്തതോ തലേദിവസം വെച്ചിരിക്കുന്ന ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല, മത്സ്യാംസാദി ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല, എന്തെങ്കിലും രീതിയിൽ അശുദ്ധി ഉണ്ട് എന്ന് തോന്നുന്ന യാതൊരു ഭക്ഷണങ്ങളും കഴിക്കാൻ പാടില്ല. നമ്മൾ ഈ വ്രതം എടുക്കുന്ന ഓരോ വ്യക്തികളും സാക്ഷാൽ ഭഗവാൻ തന്നെ ആവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഭഗവാനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ളതാണ് ഓരോ വ്രതത്തിൻ്റെ സങ്കല്പവും. അപ്പം ഭഗവാനോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഭഗവാനെ എന്നിലേക്ക് തന്നെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുക. അപ്പം ഞാൻ ചെയ്യുന്ന സമ്പ്രദായങ്ങൾ, ഞാൻ ചെയ്യുന്ന രീതികൾ എല്ലാം ഭഗവത്മയമായിരിക്കണം. ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഏറ്റവും ശുദ്ധമായിരിക്കണം. കാരണം ഞാൻ ഭഗവാനെ തന്നെ എൻ്റെ ഹൃദയപത്മത്തിൽ, ഹൃദയമാകുന്ന താമരയിൽ ഭഗവാനെ തന്നെ ഞാൻ കുടിയിരുത്തുക. അപ്പം നല്ല ഭക്ഷണമേ കഴിക്കാൻ പാടുള്ളൂ, നല്ലതേ ചിന്തിക്കാൻ പാടുള്ളൂ, നല്ലതേ പറയാൻ പാടുള്ളൂ എന്ന് സാരം. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി പരമാവധി വ്രതമെടുക്കുകയും രാവിലെ തൊട്ട് പരമാവധി സമയം ക്ഷേത്രത്തിൽ ദർശനം നടത്തി ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് പരമാവധി ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിക്കുക. സാക്ഷാൽ ശിവനെ സംബന്ധിച്ച് നമുക്കറിയാം ഓം നമഃ ശിവായ വിശിഷ്ടമായ മന്ത്രമാണ്. അത് നമുക്ക് യഥാശക്തി പ്രാവശ്യം ജപിക്കാം. പാർവതി ദേവിയുടെ ഓം ഹ്രീം നമ ഭുവനേശ്വരി മന്ത്രം എന്ന് പറയും, പാർവതി ദേവിയുടെ മന്ത്രമാണ്. അല്ലെങ്കിൽ ഓം ഹ്രീം ഉമായൈ നമ, ഓം ഹ്രീം ഉമായൈ നമ. ഈ മന്ത്രമൊക്കെ യഥാശക്തി പ്രാവശ്യം അമ്പലത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ജപിക്കാം. 108 1008 ഒക്കെ ജപിക്കാം. യഥാശക്തി പ്രാവശ്യം ഭഗവാന് പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കാം. അന്നേ ദിവസം നമുക്ക് ഭഗവാന് കുറച്ച് ഒരു പിടി കൂവളത്തല കൊണ്ടുപോയി കൊടുത്ത് ഭഗവാൻ അർച്ചന ചെയ്യിപ്പിക്കാം. കൂവളമാല ചാർത്താനിരിക്കാം. തുമ്പപ്പൂവ് കിട്ടുമെങ്കിൽ തുമ്പപ്പൂ കൊണ്ടുവന്ന് ഭഗവാന് ചാർത്തുക, വളരെ വിശിഷ്ടമായ കാര്യമാണ്. അതുപോലെ എരിക്കും കൊണ്ട് മാല ഉണ്ടാക്കി ഭഗവാന് ചാർത്തുക, വളരെ വിശിഷ്ടമായ കാര്യമാണ്. കദളിപ്പഴം നിവേദിക്കുക, പാലഭിഷേകം നടത്തുക, ധാര നടത്തുക, ഇങ്ങനെ എന്തൊക്കെ ശിവപരമായ കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അവയെല്ലാം ചെയ്യുക. പാർവതി ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് ശിവൻ്റെ പിന്നിലുള്ള പുറകുവിളക്ക് തെളിയിക്കുകയും ചെയ്യുക. പാർവതി ദേവിയുടെ പ്രതിഷ്ഠ ഉണ്ടെങ്കിൽ അവിടെ ദേവിക്ക് വേണ്ടിയും വിശിഷ്ടമായിരിക്കുന്ന പുഷ്പങ്ങളോ മാലയോ എന്തെങ്കിലുമൊക്കെ സമർപ്പിക്കുക. മുല്ല കൊണ്ട് മാല ഉണ്ടാക്കി ചാർത്താം, അല്ലെ കൂവളത്തല കൊണ്ട് ഉള്ള മാല ചാർത്താം. വെള്ളപ്പൂക്കളെ കൊണ്ടുള്ള മാലയൊക്കെ ദേവിക്ക് വളരെ വിശിഷ്ടമാണ്. ഇങ്ങനെയുള്ള മാലകളൊക്കെ ചാർത്താം. യഥാശക്തി സുഗന്ധ വസ്തുക്കൾ സമർപ്പിക്കാം, അഭിഷേകം ചെയ്യാം. അഷ്ടഗന്ധ ജലം കൊണ്ട് അഭിഷേകം ചെയ്യാം. അതുപോലെ തേനും എണ്ണയും നെയ്യും കൊണ്ടൊക്കെ ദേവിക്ക് അഭിഷേകം ചെയ്യാം, ശിവന് അഭിഷേകം ചെയ്യാം. ഇങ്ങനെ ക്ഷേത്രത്തിൽ നടക്കുന്ന പരമാവധി പ്രാർത്ഥനയിലും കാര്യത്തിലൊക്കെ നമ്മൾ പങ്കാളികളാവുക. നമ്മൾ യഥാശക്തി പ്രാവശ്യം ഭഗവാന്റെയും പാർവതി ദേവിയുടെയും മന്ത്രങ്ങൾ ജപിക്കുക. ശിവപുരാണം സാധിക്കുമെങ്കിൽ പാരായണം ചെയ്യുക. ഹാലാസ്യ മഹാത്മ്യം പാരായണം ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ശിവൻ്റെ അഷ്ടോത്തര മന്ത്രം, അഷ്ടോത്തരം എന്ന് വെച്ചാൽ 108 നാമങ്ങൾ, ശക്തിയേറിയ 108 മന്ത്രങ്ങളുണ്ട്.
ശിവായ നമ, മഹേശ്വരായ നമ എന്നൊക്കെ പറയുന്ന മന്ത്രങ്ങളുണ്ട്. അതുപോലെ സഹസ്രനാമം, വേദസാര ശിവസഹസ്രനാമം എന്ന് പറഞ്ഞ 1000 നാമങ്ങളടങ്ങുന്ന ഒരു ഭാഗമുണ്ട്. സഹസ്രനാമം 1000 നാമങ്ങളാണ്. ഇതൊക്കെ നമുക്ക് പാരായണം ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്ന എല്ലാ പ്രാർത്ഥനകളും കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക്, ഐശ്വര്യത്തിന് പ്രയോജനപ്പെടും. ഇപ്പം വിവാഹം ജീവിതം ആരംഭിച്ചിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബ ജീവിതത്തിൽ പരമാവധി നല്ല രീതിക്ക് രമ്യതയോടുകൂടി, സ്നേഹത്തോടുകൂടി, സന്തോഷത്തോടുകൂടി പോകുന്നതിന് വേണ്ടി ശിവൻ്റെയും പാർവതിയുടെയും അനുഗ്രഹം പ്രയോജനപ്പെടും. വിവാഹമൊന്നും ആയിട്ടില്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് നല്ല വിവാഹബന്ധം എത്തിച്ചേരുന്നതിന് വേണ്ടിയും തിങ്കളാഴ്ച വ്രതം എടുക്കാം. ഇത് വിവാഹത്തിന് വേണ്ടിയോ കുടുംബത്തിന് വേണ്ടിയോ മാത്രമല്ല, കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കെന്ന് പറയുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും അതിൻ്റെ പിന്നാലെയായി. എന്നുവെച്ചാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം, ജോലി, സാമ്പത്തിക ശേഷി, ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിൻ്റെ ഐശ്വര്യത്തിനും ശിവപാർവതിയുമാരുടെ അനുഗ്രഹം നമ്മളെ സഹായിക്കും. ക്ഷേത്ര ദർശനം നടത്തുകയും അതിനോടൊപ്പം തന്നെ യഥാശക്തി പ്രാവശ്യം വീട്ടിൽ ഇരുന്നുകൊണ്ട് ജപിക്കുകയും ചെയ്യാം. പിറ്റേ ദിവസം തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിക്കുന്ന സമ്പ്രദായമുണ്ട്. അല്ലാതെ വൈകുന്നേരം സന്ധ്യാസമയത്ത് ക്ഷേത്രത്തിൽ ദർശനം നടത്തി ദീപാരാധന കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിക്കുന്ന രീതിയും ഉണ്ട്. അതൊക്കെ നമ്മുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് പിറ്റേ ദിവസം രാവിലെ അവസാനിപ്പിക്കണോ വൈകിട്ട് തന്നെ അവസാനിപ്പിക്കണോ നമുക്ക് സാധിക്കുന്ന പോലെയുള്ള ചിട്ട സ്വീകരിക്കാം. ഭഗവാന്റെ രുദ്രാക്ഷമാല നമ്മൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ധ്യാനിക്കുന്നത് നല്ലതാണ്. കഴുത്തിൽ അണിയുന്നത് നല്ലതാണ്. കൂവളത്തിനോ തുളസിത്തറയ്ക്കോ അരയാലിനോ ഒക്കെ പ്രദക്ഷിണം വെക്കുന്നത് വിശിഷ്ടകരമായ കാര്യങ്ങളാണ്. ആർക്കെങ്കിലുമൊക്കെ അന്നദാനമോ എന്തെങ്കിലും ദാനങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയാൽ അത് നല്ലതാണ്. ഇതൊക്കെ ഈ ഒരു പുണ്യ ദിവസത്തിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഭഗവാൻ അഭിഷേകം ചെയ്ത ഭസ്മം കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെച്ച് നിത്യേന ധരിക്കുകയും ആവാം. രാവിലെയും വൈകിട്ടും കുറേശ്ശെ ഭസ്മം ധരിക്കുക. ഭസ്മം എന്ന് പറയുന്നത് പാപദുരിത ശാന്തിക്ക് ഏറ്റവും വിശിഷ്ടമായ, ഏറ്റവും പുണ്യമായ ഒരു വസ്തുവാണ്. ഇതൊക്കെ പാപദോഷങ്ങളെ മാറ്റി നമുക്ക് ഒരു നല്ല പോസിറ്റീവ് ഊർജം നൽകുന്നതിന് സഹായകരമാണ്. ശിവനും പാർവതിയും ചേർന്നിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ആ ഒരു കുടുംബ ചിത്രത്തെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് യഥാശക്തി ശിവൻ്റെയും പാർവതി ദേവിയുടെയും മന്ത്രങ്ങളൊക്കെ നമുക്ക് ജപിക്കാം. ഇതുകൂടാതെ ഈ ഒരു ശിവ ആരാധനയ്ക്ക് വേണ്ടി അല്ലെ പാർവതി ദേവിയുടെ ആരാധനയ്ക്ക് വേണ്ടിയൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു മന്ത്രമുണ്ട്. അശ്വാരൂഢ മന്ത്രം. ഓം ആം ഹ്രീം ക്രോം ഏഹി ഏഹി പരമേശ്വരി സ്വാഹ. വിവാഹ തടസ്സം മാറാനും സന്തോഷകരമായ രീതിക്ക് ജീവിതം മുന്നോട്ട് പോകാനും എല്ലാം നമുക്ക് ജപിക്കാവുന്നതാണ്. ക്ഷേത്രത്തിൽ അർച്ചനയായി ചെയ്യിപ്പിക്കാവുന്നതാണ് ഈ ഒരു മന്ത്രം. അതുകൂടാതെ സ്വയംവര പാർവതി എന്ന് പറഞ്ഞ സങ്കല്പമുണ്ട്. അതായത് കയ്യിൽ സ്വയംവര മാലയെ പിടിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം, വളരെയധികം നാണത്തോടു കൂടി, വളരെയധികം തൃപ്തിയോടുകൂടി ആഗ്രഹിച്ച ആ സാക്ഷാൽ മഹാദേവൻ്റെ അടുത്തേക്ക് സ്നേഹത്തോടു കൂടി ഞാൻ എത്തിച്ചേരുന്നു എന്ന ആ ഒരു തൃപ്തിയോടും സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി സ്വയംവരമാലയെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സ്വയംവര പാർവതി എന്ന് പറഞ്ഞ സങ്കല്പമുണ്ട്. ആ ദേവിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് സ്വയംവര മന്ത്രം നമുക്ക് ജപിക്കാം. സ്വയംവര മന്ത്രം ജപിക്കുന്നതും വിവാഹ തടസ്സം മാറാനും ദാമ്പത്യ ജീവിതത്തിൽ സുഖകരമായ ജീവിതം മുന്നോട്ട് പോകാനും ഐശ്വര്യത്തിനും എല്ലാം നല്ലതാണ്. ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗഭയങ്കരി സകല സ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമവശം ആകർഷയ ആകർഷയ സ്വാഹ. വളരെ ശക്തിയുള്ള മന്ത്രമാണ്. നമ്മളൊക്കെ അമ്പലത്തിൽ പോയാൽ സ്വയംവരാർച്ചന ചെയ്യിപ്പിക്കാറുണ്ടല്ലോ, അതിനുപയോഗിക്കുന്ന മന്ത്രമാണ്. അപ്പോൾ ഈ മന്ത്രം നിങ്ങൾക്ക് തന്നെ സ്വയം ജപിക്കാം, ക്ഷേത്രത്തിൽ അർച്ചനയായിട്ട് ചെയ്യിപ്പിക്കാം. രണ്ടും നല്ലതാണ്. അപ്പം മനസ്സിൻ്റെ ഒരു സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്കും എല്ലാം ഈ മന്ത്രങ്ങൾ നമ്മെ സഹായിക്കും. സ്വയംവര പാർവതിയായിരിക്കുന്ന സാക്ഷാൽ പരാശക്തിയെ, ദേവിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ദേവിയുടെ ധ്യാന ശ്ലോകം ജപിക്കുന്നതും ദേവിയുടെ അനുഗ്രഹം വളരെ വേഗത്തിൽ ലഭിക്കാൻ നമ്മെ സഹായിക്കും. ശംഭും ജഗന്മോഹനരൂപപൂർണം വിലോക്യ ലജ്ജാകലിതാസ്മിതാഢ്യാം മധൂകമാല സ്വസഖീകരാഭ്യാം സംബിഭ്രതീം അദ്രിസുതാം ഭജേയം. വളരെ വശ്യമനോഹരിയായിരിക്കുന്ന സാക്ഷാൽ ആദിപരാശക്തി പാർവതീദേവി സ്വയംവരമാലയെ കയ്യിൽ പിടിച്ചുകൊണ്ട് മഹാദേവനെ നോക്കിക്കൊണ്ട് നാണത്തോടുകൂടി നടന്നു വരുന്ന ആ ഒരു ഭാവമാണ് സ്വയംവര പാർവതി എന്ന് പറയുന്നത്. അപ്പോൾ ആ വിശിഷ്ടമായിരിക്കുന്ന ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് ദേവിയുടെ മന്ത്രം ഓം ഹ്രീം നമ അല്ലെങ്കിൽ സ്വയംവര പാർവതി മന്ത്രമൊക്കെ ജപിച്ചാൽ ദേവിയുടെ കാരുണ്യം കണ്ട് നമുക്ക് നല്ല ഒരു വിവാഹ ജീവിതത്തിനോ ദാമ്പത്യ ജീവിതത്തിലെ സുഖകരമായ അവസ്ഥയ്ക്കൊക്കെ പ്രയോജനപ്പെടും എന്നാണ് സങ്കല്പം. തിങ്കളാഴ്ച വ്രതം നമ്മുടെ ജീവിതത്തിൽ
പല വിധത്തിലുള്ള ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി പ്രയോജനപ്പെടുന്ന ഏറ്റവും പുണ്യമായ വ്രതമാണ്. സാക്ഷാൽ മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം കൊണ്ട് നമ്മുടെ എല്ലാ കുടുംബത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നേരം ഓൺലൈൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്നേഹാദരപൂർവ്വം നന്ദി, നമസ്കാരം.